ആലപ്പുഴ കൈനകരിയിലെ അനിത വധക്കേസിൽ ഒന്നാം പ്രതി പ്രബീഷിന് വധശിക്ഷ. ഗർഭിണിയായ യുവതിയെ കൊന്ന് കായലിൽ തള്ളിയ കേസിലാണ് വിചാരണ കോടതിയുടെ വിധി. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴിയാണ് ചേരുന്നത്. അശ്വിൻ, 2021 ജൂലൈയിൽ നടന്ന ഒരു അരുംകൊല, അതിന്റെ വിധി വന്നിരിക്കുന്നു. വിശദാംശങ്ങൾ. കൃഷ്ണ, 2021 ജൂലൈ 9 ഈ അരുംകൊല നടന്നത്. കൈനഗിരി സ്വദേശിയായ യുവതിയെയാണ് ഈ രണ്ടുപേർ ചേർന്ന് കൊലപ്പെടുത്തിയത്. പ്രബീഷാണ് ഒന്നാം പ്രതി. ഈ പ്രബീഷുമായുള്ള ബന്ധത്തിൽ ഗർഭിണിയായ അനിതയെ പെൺസുഹൃത്തിന്റെ സഹായത്തോടെ കൊലപ്പെടുത്തി കായലിലെറിയുകയായിരുന്നു. അങ്ങനെയാണ് സംഭവം ഉണ്ടായത്. ഇതിന്റെ അന്വേഷണ വേളയിലാണ് ഇതൊരു കൊലപാതകമാണെന്നും ഇതിൽ 2 പ്രതികളുണ്ട് എന്നും അതിൽ ഒന്നാം പ്രതി പ്രബീഷും പ്രബീഷിന്റെ വനിതാ സുഹൃത്തായിരുന്ന രജനി രണ്ടാം പ്രതിയാണ് എന്നും തെളിഞ്ഞത്. ഇവർ തമ്മിലുള്ള ബന്ധം ഈ അനിത അറിഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. അതിന്റെ വിചാരണ കാലയളവിലൊക്കെ പല കാര്യങ്ങളും പിന്നീട് കോടതിയും പോലീസും ഒക്കെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇന്നാണ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് കോടതി കേസ് പരിഗണിച്ചപ്പോൾ 2 പ്രതികളും കുറ്റക്കാരാണ് എന്ന് വിധിച്ചിരുന്നു. അതിനുശേഷമാണ് ഇന്ന് അതിൽ ശിക്ഷാവിധി പറഞ്ഞത്. പ്രബീഷിന് വധശിക്ഷയാണ് നൽകിയിരിക്കുന്നത്. ഒന്നാം പ്രതിയാണ്. രണ്ടാം പ്രതി രജനിയെ കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞിരുന്നില്ല. കോടതിയിൽ എത്തിച്ച് ഹാജരാക്കിയ ശേഷം രജനിക്കുള്ള ശിക്ഷ എന്തെന്ന് പറയാമെന്നാണ് നിലവിൽ കോടതി അറിയിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് മുന്നേ തന്നെ രജനിയെയും കോടതിയിൽ പോലീസ് ഹാജരാക്കും. അതിനുശേഷമായിരിക്കും ഇതിൽ പൂർണ്ണമായൊരു വിധി വരിക. നിലവിൽ ഒന്നാം പ്രതി പ്രബീഷിന് വധശിക്ഷ ആണ് എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രയും ക്രൂരമായ രീതിയിലാണ് ഈ കൊലപാതകം നടന്നത് എന്നുകൂടി കോടതി കഴിഞ്ഞ ദിവസം ഈ ശിക്ഷാവിധി പ്രഖ്യാപിക്കുമ്പോൾ പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ഒന്നാം പ്രതി പ്രബീഷിന് വധശിക്ഷ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാം പ്രതി അവിടെ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അവർക്കുള്ള ശിക്ഷ വിധിക്കേണ്ടതിന് അത് എത്തിച്ചേരാനുള്ള ഒരു താമസം എന്താണ്? എപ്പോഴേക്ക് അവർ എത്തിച്ചേരും? ഉച്ചയോടെ അതിലുള്ള ഒരു വിധി പ്രസ്താവവും ഉണ്ടാകുമോ? ഇന്നത്തേക്ക് ഈ പ്രതിയെ ഹാജരാക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയില്ല ക്രിസ്ത്യന. കാരണം നിലവിൽ ഈ രണ്ടാം പ്രതിയായ രജനി മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ഒഡീഷയിൽ ജയിലിൽ കഴിയുകയാണ്. ഒരു ലഹരി കേസുമായി ബന്ധപ്പെട്ട് ഇവർ പിടിയിലായിരുന്നത് ജാമ്യത്തിലിരിക്കെ. അങ്ങനെ ഒഡീഷയിൽ വെച്ച കഞ്ചാവ് കടത്തുമായി ബന്ധപ്പെട്ട് ഇവരെ പിടികൂടുകയും നിലവിൽ ഒഡീഷയിൽ ഇവർ ശിക്ഷയിൽ കഴിയുകയാണ്. അവിടെ നിന്ന് ജയിലിൽ കഴിയുകയാണ്. അവിടുന്ന് മറ്റു നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇവരെ കേരളത്തിൽ എത്തിച്ച ശേഷം മാത്രമേ കോടതിയിൽ ഹാജരാക്കാൻ കഴിയുകയുള്ളൂ. അതിനുശേഷമായിരിക്കും രജനിയുടെ ശിക്ഷ എന്ത് എന്നുള്ള കാര്യത്തിൽ കോടതി ഒരു തീരുമാനം പറയുകയുള്ളൂ. നിലവിൽ ഇതിൽ ഒന്നാം പ്രതിയുടെ ശിക്ഷ അത് വധശിക്ഷ എന്നുള്ള പ്രഖ്യാപനം മാത്രമാണ് നടത്തിയിരിക്കുന്നത്. അതിന്റെ വിധി പകർപ്പ് കൂടി ഇനി വരാനുണ്ട്. കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഉറ്റുനോക്കുന്നുണ്ട്. കാരണം ഇത്രത്തോളം ക്രൂരമായ ഒരു കൊലപാതകം, ഈ ബന്ധം അറിഞ്ഞോ അത് ആ ബന്ധം പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഈ 2 പേർ ചേർന്ന് ഒരു യുവതിയെ ക്രൂരമായി കൊലപ്പെടുത്തി കായലിൽ താഴ്ത്തിയതുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. അത് ഈ യുവതി ഗർഭിണി കൂടിയായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കോടതി രൂക്ഷമായ പ്രതികരണങ്ങളും കണ്ടെത്തലുകളും ഒക്കെ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. 2021 ജൂലൈയിൽ നടന്ന ആരും കൊലയിൽ ഇപ്പോൾ ഒന്നാം പ്രതിക്ക് വധശിക്ഷ. രണ്ടാം പ്രതി ഒഡീഷയിലെ ജയിലിൽ കഴിയുകയാണ്. അവരെ എത്തിക്കുമ്പോൾ എന്താണ് അവരുടെ ശിക്ഷ എന്ന് കോടതി വിധിക്കും. വിവരങ്ങൾ നൽകിയത് അശ്വിൻ പാലാഴി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.